സാരി കൊടുത്ത് എങ്ങോട്ടാന്നറിയോ? ഇന്ന് ഞങ്ങളുടെ ഉത്സവത്തിന്റെ രണ്ടാമത്തെ ദിവസാ, സെക്കൻഡ് ഡേ ഓഫ് അവർ ഉത്സവം. പിന്നെ ഉത്സവത്തിന്റെ ആദ്യത്തെ ദിവസത്തെ വീഡിയോ ഇട്ടപ്പോഴേ ചുരിദാറിന്റെ ലിങ്ക് ഒക്കെ ചോദിച്ചില്ലേ, അതുപോലെ ഈ സാരിയുടെ ലിങ്കും ചോദിക്കേണ്ട, കടയിന്ന് വാങ്ങിച്ചതാ. 300 രൂപ എങ്ങാണ്ടായിട്ടുള്ളൂ. പിന്നെ ദീ വരുന്ന ചൂട്ടാട്ടിയില്ലേ, ഇവളുടെ ഡാൻസ് ഇന്നും ഉണ്ട്. ഇന്ന് ഒറ്റയ്ക്കല്ലാട്ടാ, നന്ദുക്കുട്ടി ഉണ്ട് കൂടെ. ഡബിൾ ഡാൻസ്. പിന്നെ എന്റെ മോനും ഇന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്, ഗ്രൂപ്പ് ഡാൻസാ. ഇപ്പോഴും പ്രാക്ടീസിംഗിലാ, അതാ അവനെ കാണാത്തെ. അപ്പൊ നമുക്ക് അമ്പലത്തിൽ പോയാലോ? ഈ ഒരു സംഭവം നമ്മുടെ റോയൽ ചലഞ്ചേഴ്സ് പിള്ളേരെ വകയാണ് കേട്ടാ. അങ്ങനെ നമ്മൾ നടന്ന് അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ. വേണുചേട്ടനെ കാണുമ്പോ എന്നുള്ളതാട്ടാ ജാനുവിന് ഈ കൈമ തൂങ്ങല്. പിന്നെ കുറച്ചു നേരം കുറത്തിയാട്ടം കണ്ടു. പിന്നെ നമ്മുടെ പരമോന്റെ സൗന്ദര്യം ഒന്ന് ആസ്വദിച്ച് നിന്നു. പിന്നെ എന്റെ ചങ്കുകളായിട്ടൊക്കെ ഒന്ന് കത്തി വെച്ച് നിന്നുട്ടാ കുറച്ചു നേരം. അതിന്റെ ഇടയിൽ പ്രശാന്തേട്ടനെ ഒന്ന് കണ്ടു. ഉത്സവമൊക്കെ തുടങ്ങിയാലേ ആള് ഭയങ്കര ബിസിയാണേ. നമ്മുടെ ഉത്സവത്തിന്റെ ഓരോ ദിവസവും അകത്തെ സ്റ്റേജിലും പുറത്തെ സ്റ്റേജിലായിട്ട് വ്യത്യസ്ത പരിപാടികൾ ഉണ്ട്. അപ്പൊ ഇന്ന് പുറത്തെ സ്റ്റേജില് കുട്ടികളുടെ കലാപരിപാടികളാണ്. അപ്പൊ ഓരോരോ കുട്ടികളായിട്ട് അടിച്ച് പൊളിച്ച് തിമിർത്തോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഭാഗത്തുള്ള ഒട്ടുമിക്ക കുട്ടികളും പെർഫോം ചെയ്തു. എല്ലാ മക്കളും നല്ല അടിപൊളിയായിട്ട് കളിച്ചു കിട്ടാ. ഈ കുഞ്ഞി പെൺപിള്ളേര് എന്ത് കാണിച്ചാലും രസമല്ലേ. ഇതെനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിട്ടാ. പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ വട്ടനാത്ര പിള്ളേരുടെ നൃത്തധ്വനി എന്ന് പറഞ്ഞ ഡാൻസ്. അടിപൊളിയായിരുന്നു. ഈ കൂട്ടത്തിലേ നമ്മുടെ അനീതി കുട്ടികളായിട്ടുള്ള മാളും അമ്മും ഗോപിയൊക്കെ ഉണ്ട് കേട്ടാ. എന്ത് രസമായിരുന്നു എന്നറിയോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഒറ്റ ഡാൻസ് കൊണ്ട് എന്നെ ഫാൻ ആക്കി കളഞ്ഞു ഈ സെന്ററിൽ നിൽക്കുന്ന ഈ കുട്ടി. ഞാൻ ആ കുട്ടീനെ കണ്ടുപിടിച്ച് ഡാൻസ് ഒക്കെ സൂപ്പർ ആയി എന്നൊക്കെ ചോദിച്ച് പേരൊക്കെ ചോദിച്ചു വെച്ചതാ. പക്ഷെ ഇപ്പൊ എനിക്ക് ആ പേര് എന്തേതോ ഓർമ്മ കിട്ടണില്ല. എന്തൊരു മെയ് വഴക്കാന്നറിയോ, അതുപോലെ തന്നെ എന്തൊരു എക്സ്പ്രഷൻസാ. അടിപൊളിയായിരുന്നു കേട്ടാ. ആ കുട്ടിക്ക് ഡാൻസിൽ നല്ല ഭാവിയുണ്ട്. പേരൻസ് ഈ വീഡിയോ കാണാൻ എന്തായാലും അവളെ പഠിപ്പിക്കണേ. അടുത്തത് നമ്മുടെ നംശുവിന്റെയും ടീമിന്റെയും ഗ്രൂപ്പ് ഡാൻസ് ആണ് കേട്ടാ. എനിക്ക് ഡാൻസ് കളിക്കാൻ അത്രയ്ക്ക് കഴിവൊന്നുമില്ല അമ്മേന്ന് പറഞ്ഞ നംശുവിനെ കൊണ്ട് അടിപൊളിയായിട്ട് ഡാൻസ് കളിപ്പിച്ചുട്ടോ നമ്മുടെ കുഞ്ചപ്പൻ. അതാ ഈ റൈറ്റ് സൈഡിൽ നിൽക്കുന്നതാണ് കേട്ടോ നമ്മുടെ കുഞ്ചപ്പൻ. അടുത്തത് എന്റെ താരം ജാനുക്കുട്ടിയുടെയും നന്ദുക്കുട്ടിയുടെയും ഡബിൾ ഡാൻസ് ആണ്. ഒന്നും പറയണ്ടല്ലോ, എന്റെ മോളായതുകൊണ്ട് പറയല്ല. ഡാൻസിൽ ജാനുവിനും എന്തോ ഒരു കഴിവ് എവിടെയോ ഞാൻ കാണുന്നുണ്ട്. അവള് ആ പാട്ട് ആസ്വദിച്ച് എന്നെ അടിച്ചു പൊളിച്ച് കളിച്ചു. ജാനുക്കുട്ടി മാത്രല്ല, നന്ദുക്കുട്ടി നല്ല അടിപൊളിയായിട്ട് കളിച്ചുട്ടാ. പിന്നെ ഒരു കാര്യം പറയാലോ, ആകെ 2 ദിവസം കൊണ്ടാണ് ഇവരൊക്കെ ഈ ഡാൻസ് പഠിച്ച് കളിച്ചത്. ദാ ഒരു കുഞ്ഞുകുറുമ്പ നിന്ന് പാട്ട് പാടുണ്ട്. അതുപോലെ കുറെ കുട്ടികളുടെ കുറെ പരിപാടി ഉണ്ടായിരുന്നു. എല്ലാ പരിപാടികളും അടങ്ങിയിട്ടുള്ള ലോങ് വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ പോയി കണ്ടോളൂട്ടാ. അങ്ങനെ സമ്മാനദാനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയിട്ടാ.